നല്ല ഈമാനും നല്ല തഖ്വണ്ടോ അയാളുടെ ജീവിതത്തിൽ പടച്ചോൻ ബർക്കത്ത് തരും. അല്ലാഹ് പറഞ്ഞ വാക്കാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ് ബർക്കത്ത് വേണോ? വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. ആ ഗ്രാമത്തിലുള്ള ആളുകൾ അല്ലാഹുവിൽ വിശ്വസിച്ച് വത്തഖൂ നല്ല തഖ്വ പാലിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിലും അവർക്ക് ധാരാളം ബറക്കത്ത് നാം കൊടുക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ കേദാരഭൂമിയിലേക്ക് പടച്ചറബിന്റെ അനുഗ്രഹങ്ങളുടെ ബറകാത്തുകൾ തരാൻ പടച്ചറബ് പറഞ്ഞ നിബന്ധന ഈമാൻ സൂക്ഷിക്കുക, തഖ്വയിൽ ജീവിക്കുക. 2 അൽ ഇസ്തിഗ്ഫാർ, പടച്ചോനെ പൊറുത്തരണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടാവുക. ഒരു പാപം ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നുണ്ടോ? റബ്ബ് നമ്മുടെ ജീവിതത്തിൽ, കച്ചവടത്തിൽ, സമ്പത്തിൽ, വെള്ളത്തിൽ, നമ്മുടെ മേഖലയിൽ പടച്ചോൻ ബറക്കത്ത് തരും. ഖുർആന യുർസിലിസ്സമാഅലൈക്കും മിദ്റാറ, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ നിങ്ങൾക്ക് സമൃദ്ധമായ വെള്ളം ഇറക്കി തരും. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, ധാരാളം സമ്പത്തും മക്കളും തരും. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, തോട്ടങ്ങളും തരും, നല്ല അരുവികളും നിങ്ങൾക്ക് തരും. എന്താ പണി? പടച്ചോനെ പുറത്ത് തന്നെ പടച്ചോനെ എന്നുള്ള മനസ്സറിഞ്ഞ പ്രാർത്ഥന ഉണ്ടെങ്കിൽ. 3ാമത്തെ കാര്യം എന്താ? വിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്യാം. ഈ ബർക്കത്ത് തേടിയിട്ട് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി നടക്കുന്ന ആളുകളുടെ സ്വന്തം വീട്ടിൽ ബർക്കത്തുണ്ട്. എന്താ? ആ വിശുദ്ധ ഖുർആൻ ഒന്ന് തുറന്ന് ഓതാൻ തുടങ്ങുക. നീ എത്ര ആയത്താണോ ഓതുന്നത് അതിനനുസരിച്ച് വീട്ടിൽ ബർക്കത്തുണ്ടാകും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ പഠിപ്പിച്ചു. ഈ ഖുർആൻ ഓദിക്കോ, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഈ ഖുർആനിന്റെ പ്രത്യേകത, നാം ഇത് നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. മുബാറകുൻ, ബറക്കത്തുള്ളതാണ്, ബറക്കത്തുള്ളതാണ്. ലിയദബ്ബറു ആയാതിഹി, അതിലെ ആയാത്തുകളെ പറ്റി ഉറ്റാലോചിക്കാൻ വേണ്ടി ഇറക്കി തന്നതാണ്. സഹോദരങ്ങളെ, നമ്മൾ എത്ര ആയത്തുകൾ അധികരിപ്പിക്കുന്നുണ്ടോ അത്രയും നമ്മുടെ വീട്ടിൽ ബറക്കത്ത് കൂടും. ആൾക്കാരിങ്ങനെ ചോദിക്കാണ്, എങ്ങനെ ബർക്കത്തുണ്ടാകുക? മറുപടി ഇതാണ്. വീട്ടിൽ എത്ര ഖുർആനിന്റെ ആയത്തിന്റെ എണ്ണം കൂടുന്നുണ്ടോ, ഒത്തുകൂടുന്നുണ്ടോ അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമ്മുടെ വീട്ടിൽ ബർക്കത്ത് വരും. അല്ലാതെ നമ്മൾ വേറെ ഏതാളെ കൊടുന്ന് കുറ്റിയടിച്ചിട്ടും കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യണം. 4ാമത്തെ കാര്യം അശ്ശുക്ർ വൽ ഹംദ്, അള്ളാഹ്ക്ക് കിട്ടിയതിന് ശുക്ർ പറയുന്ന, അള്ളാഹിനെ സ്തുതിക്കുന്ന മനസ്സുണ്ടാവണം. ലഇൻ ശകർതും ലഅസീദന്നകും, അല്ലാഹുക്ക് ശുക്ർ കാണിച്ചാൽ അല്ലാഹ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് അധികരിപ്പിച്ച് തന്നുകൊണ്ടിരിക്കും. അതൊക്കെ ബർക്കത്താണ്. 5ാമത്തെ കാര്യം തവക്കുൽ, അള്ളാഹനെ തവക്കുലാക്കുക. എൻ്റെ ജീവിതത്തിലെ എല്ലാത്തിനും കഴിവുള്ളത് എൻ്റെ റബ്ബിനാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും നീക്കാൻ കഴിവുള്ള റബ്ബിനാണ്. തവക്കുലിന്റെ ബോധം ഉണ്ടെങ്കിൽ അള്ളാഹ് ബർക്കത്ത് നൽകും. വമയ്യ തവക്കൽ അലല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ ഫഹുവ ഹസ്ബു, അവന് അള്ളാഹ് മതിയായതാണ്, എല്ലാം തരും. അള്ളാഹനെ തവക്കുലാക്കിക്കോ, പടച്ചവൻ എല്ലാം തരാൻ കഴിവുള്ളവനാണ്. ഈ സുന്ദരമായ കാര്യങ്ങളെ ഖുർആൻ കൊണ്ട് നമുക്ക് സ്ഥിരപ്പെട്ടു. ഹദീസ് വായിച്ചാൽ ഒട്ടനേകം കാര്യങ്ങൾ. നിങ്ങൾ സംഘമായി കൂട്ടമായിരുന്ന് ഭക്ഷണം കഴിക്കൂ, നിങ്ങൾക്ക് ബർക്കത്ത് കിട്ടും. പിന്നെ പറഞ്ഞു, നിങ്ങൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യൂ, നിങ്ങൾക്ക് ബർക്കത്ത് ലഭിക്കപ്പെടും. നിങ്ങൾ ജമാഅത്തിന് പരിഗണന കൊടുക്കൂ, ബർക്കത്ത് ലഭിക്കപ്പെടും. ഇത്രയെത്ര വാക്കുകൾ ബർക്കത്തുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ട്.